നമസ്കാരം. വളരെ ഈസിയായിട്ട് പരാജയപ്പെടുത്താൻ പറ്റുമെന്ന് കരുതി അമേരിക്കയും ഇസ്രായേലും ഇറങ്ങി പുറപ്പെട്ട യുദ്ധം ഇപ്പോൾ അവർക്ക് പുലിവാൽ പിടിച്ച ഒരു സാഹചര്യമാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഈ യുദ്ധം എങ്ങനെ നിർത്തണം എന്നിപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് ലോകരാജ്യങ്ങൾ മൊത്തം അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ വൃത്തികേട് കാണിക്കരുത്, അവിടെ നിരവധി പാവപ്പെട്ട കുഞ്ഞുങ്ങളും സ്ത്രീകളും കൊല്ലപ്പെടുന്നുണ്ട്, അവരെ നിങ്ങൾ ദ്രോഹിക്കരുത്, നിങ്ങളവരെ പട്ടിണിക്കിടുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകരാജ്യങ്ങളൊക്കെ അപേക്ഷിച്ചിട്ടും ഇസ്രായേൽ അഹങ്കാരത്തോടെ ഗാസയിൽ അക്രമം നടത്തി ഏതാണ്ട് 2-3 കൊല്ലം അവർ തുടർന്നു. കാരണം അവരെ അവിടെ തിരിച്ചടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ട് ഒന്നും ചെയ്യാൻ കെൽപ്പില്ലാത്ത ഏത് സ്ഥലത്തും യുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് ഭയങ്കര കഴിവാണ്. അപ്പോൾ അത്തരത്തിൽ ഇറാനെയും കയറി അങ്ങ് തീർക്കാമെന്ന് കരുതിയാണ് കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ വേഗം തന്നെ ഇറാൻ്റെ കൈയുടെ ചൂട് മനസ്സിലായി. ആ സമയത്ത് അമേരിക്കയുടെ നിലപാട് ഏകദേശം ന്യൂട്രൽ ആയിരുന്നതുകൊണ്ട് യുദ്ധം നിർത്തൽ ചെയ്യാൻ പറ്റി. ഇസ്രായേലിൻ്റെ സ്ഥിതി വളരെയധികം മോശമായിട്ട് മാറിയപ്പോൾ ആ സമയത്ത് ട്രംപ് ഇടപെട്ടാണ് ഞങ്ങൾ നിങ്ങളെ ആക്രമിച്ചു എന്ന് പറയും. ആ പറച്ചിലിൽ മാത്രമേ ഉള്ള കാര്യം, അങ്ങനെയൊന്നും സംഭവിക്കില്ല, നിങ്ങളും തിരിച്ച് ഞങ്ങളെ ഒന്ന് ആക്രമിക്കുന്നത് പോലെ കാണിക്കുക, എന്നിട്ട് നമുക്ക് യുദ്ധം അങ്ങ് നിർത്തൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, അതായത് ഇറാനും ട്രംപും തമ്മിലുള്ള ഒരു പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ആ സമയത്ത് യുദ്ധം നിർത്തൽ ചെയ്തത്. അതിപ്പോൾ വളരെ എവിഡൻറ്റുമാണ്. അപ്പോൾ ആ സമയത്ത് അമേരിക്കയുടെ നിലപാട് ഏകദേശം ന്യൂട്രൽ ആയിരുന്നതുകൊണ്ട് ഇറാൻ അത് കേട്ടു. എന്നാൽ ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നാണ് ഇറാനെ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ അന്ന് അമേരിക്കയ്ക്കുണ്ടായിരുന്ന ആ വില ഇന്ന് ഇറാൻ്റെ കണ്ണിലില്ല. അതുകൊണ്ട് തന്നെ ട്രംപോ നെതന്യാഹുവോ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ യുദ്ധം നിർത്തൽ ചെയ്യാനും പറ്റില്ല. അന്ന് പല ലോകരാജ്യങ്ങളും, അതായത് ഗാസയിൽ ഇസ്രായേൽ ആക്രമിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പല ലോകരാജ്യങ്ങളും ഇസ്രായേലിനോട് യുദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ലോകരാജ്യങ്ങളുടെ സഹായം തേടുകയാണ്. പക്ഷേ ഏതൊക്കെ രാജ്യങ്ങൾ ഇടപെട്ടാലും ആരൊക്കെ തന്നെ അവരോടൊപ്പം കക്ഷി ചേർന്നാലും ശരി, യുദ്ധം എപ്പോൾ നിർത്തൽ ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് അസന്ദിഗ്ധമായിട്ട് ഇറാൻ പറഞ്ഞു കഴിഞ്ഞു. അമേരിക്കയും ഇസ്രായേലും യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അത് നല്ല കാര്യമാണ് എന്ന് പല ആൾക്കാരും ചിന്തിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ നിന്നും അവർ പിന്മാറിയാലും ശരി, ഞങ്ങൾ പിന്മാറില്ല എന്ന് ഇറാൻ പറയുമ്പോൾ ലോകരാജ്യങ്ങൾ തന്നെ പകച്ചു നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇറാൻ അവരുടെ ഒരു നിലപാടുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇറാൻ പറയുന്നത് യുദ്ധം നിർത്തൽ ചെയ്യാൻ, യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ ഞങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും അംഗീകരിക്കേണ്ടി വരും. പ്രധാനമായിട്ടും അവർ പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, ഇനി മേലാൽ ഇറാൻ്റെ നേരെയോ അല്ലെങ്കിൽ ഗൾഫിലെ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ നേരെയോ യുദ്ധമുണ്ടാകാൻ പാടില്ല. അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഗ്യാരണ്ടി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്ത് നിന്ന് കിട്ടണം. ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും പഴയ ചാക്ക് പോലെയുള്ള വാക്കുകളല്ല, മറിച്ച് അവർക്ക് ലംഘിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു വ്യവസ്ഥ, ഒരു എഗ്രിമെൻ്റ് അതിനുവേണ്ടി ഉണ്ടാക്കണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. അതായത് ഇറാന് നേരെയോ മിഡിൽ ഈസ്റ്റിലുള്ള മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ നേരെയോ ഇനിയും ആക്രമണം, യുദ്ധം ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തേത്, ഇതുവരെ ഇറാന് ഈ യുദ്ധം മൂലം സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾക്ക് പരിഹാരം ചെയ്യണം. എത്ര കോടി ഡോളറിൻ്റെ നഷ്ടമാണോ ഇറാൻ ഉണ്ടായിട്ടുള്ളത്, അത് പൂർണ്ണമായിട്ടും കോമ്പൻസേറ്റ് ചെയ്യണമെന്നുള്ളതാണ് അവരുടെ രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ, ഹോർമോസ് കടലിടുക്കിന് ഒരു പുതിയ നിയമവ്യവസ്ഥ കൊണ്ടുവരണം. നാലാമത്തേത്, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ബേസുകളും പൂട്ടണം. അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റിൽ ഒരൊറ്റ താവളം പോലും ഉണ്ടാകാൻ പാടില്ല. പിന്നെയും 1-2 ചെറിയ കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഈ 4 കാര്യങ്ങളാണ് അവർ മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ അംഗീകരിക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. കാരണം അത്രയ്ക്കും പ്രയാസമുള്ള കാര്യങ്ങളാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് യുദ്ധം നിർത്തൽ ചെയ്യാൻ ആഗ്രഹമില്ല എന്ന് തന്നെ വേണം ഈ കണ്ടീഷൻസിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ കണ്ടീഷനായിട്ടുള്ള ഇനിമേലാൽ ഇറാനെയോ മറ്റേതെങ്കിലും മിഡിൽ ഈസ്റ്റ് രാജ്യത്തെയോ ആക്രമിക്കാൻ അമേരിക്കയോ ഇസ്രായേലോ തയ്യാറാകരുത് എന്നുള്ളത് ഒരുപക്ഷെ അവർക്ക് അംഗീകരിക്കാൻ പറ്റിയേക്കും, ഉറപ്പൊന്നുമില്ല. കാരണം ആയുധ ലോബികൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് കരാറിലുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ, അതുപോലെ തന്നെ അമേരിക്കയും. അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യത്തിന് വേണ്ടി അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. മിഡിൽ ഈസ്റ്റിൽ അത് പാടില്ല എന്നവർ സമ്മതിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ആയുധ കച്ചവടം ഗണ്യമായിട്ട് കുറയും എന്നതാണ്. രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്നത്
ഇറാനെ കോമ്പൻസേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഇതുവരെ അവരെന്തൊക്കെ നാശനഷ്ടങ്ങൾ ഇറാനിൽ വരുത്തിയിട്ടുണ്ടോ അതിനെല്ലാം കോമ്പൻസേഷൻ പണം നൽകണം എന്നാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത്. അത് നൽകാൻ ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ സാധിക്കുമോ? അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാൻ ഉണ്ടായതിനേക്കാൾ ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പല അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന് നേരിട്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള താവളങ്ങളൊന്നും തന്നെ ഇനി അവിടെ പാടില്ല എന്ന് ഇറാൻ ഒരു കണ്ടീഷനായിട്ട് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ താവളങ്ങളും തകർന്നു കഴിഞ്ഞു. അവിടെയുള്ള അവരുടെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം പൂർണ്ണമായിട്ടും നിലച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവിടേക്കുള്ള ആൾക്കാരെ അവിടെ നിന്ന് അവർ മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ പേരിന് ആ സ്ഥാപനങ്ങൾ അവിടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അവയെല്ലാം ഏതാണ്ട് തകർന്ന മട്ടിലാണ്. അതിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ ഇറാൻ ആവശ്യപ്പെടുന്നത് അവിടെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം കൂടെ തൂത്തുവാരി എടുത്തുകൊണ്ട് പൊക്കോണം എന്നുള്ളത്. ഇതും അമേരിക്കയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഹോർമൂസിലെ കാര്യം ഇറാൻ ഏതാണ്ട് തീരുമാനിച്ച് നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഹോർമൂസ് കടലിടുക്കിന് ഒരു പുതിയ നിയമ സംവിധാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോർമൂസ് ഇനി ഇറാൻ്റെ ടോൾ ഗേറ്റായിട്ട് മാറും എന്ന് തന്നെയാണ്. അതായത് ഹോർമൂസ് വഴി കടന്നു പോകുന്ന കപ്പലുകൾ ഇറാന് ചുങ്കം കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഗൾഫിൽ എണ്ണ ഉണ്ടാക്കുന്ന പ്രകൃതിവാദം ഉണ്ടാക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇനി ഇറാന് പണം കൊടുത്തിട്ട് മാത്രമേ അതുവഴി സാധനം കടത്തിവിടാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ 4 കണ്ടീഷൻസ് ആണ് ഇറാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ ആൾറെഡി തന്നെ ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കാൻ തുടങ്ങി എന്നൊരു വാർത്ത ഞാൻ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ, ഇങ്ങനെയുള്ള 4 കണ്ടീഷൻസ് അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും അക്സെപ്റ്റ് ചെയ്യാതെ എങ്ങനെ യുദ്ധം നിർത്താൻ അവർക്ക് പറ്റും എന്നുള്ളതുമാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം. ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം വളരെയധികം പരിതാപകരമായിരിക്കുകയാണ്. കാരണം ഇറാൻ ഇപ്പോൾ കൂടുതലും ഇസ്രായേലിലേക്കാണ് ആക്രമണം നടത്തുന്നത്. തുടക്കത്തിൽ നമ്മൾ കരുതിയതുപോലെ തന്നെ ആദ്യമൊക്കെ ഇറാൻ്റെ ടാർഗറ്റിൽ വന്നിരുന്നത് അമേരിക്കയുടെ താവളങ്ങളാണ്. മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ താവളങ്ങൾ ഒന്നൊന്നായിട്ട് ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവിടെ നിന്നും തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇല്ലാതാക്കാൻ പറ്റുമെന്നും അവിടെ ഇല്ലാതാകുമെന്നുള്ള ഒരു കണക്കൂട്ടലിൽ അവരാദ്യം ചെയ്തുകൊണ്ടിരുന്നത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് എവിടെയെല്ലാം താവളങ്ങളുണ്ടോ അതിനെല്ലാം നേരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന നിരീക്ഷണ സംവിധാനങ്ങളും എയർ ഡിഫൻസ് സിസ്റ്റവും ഒക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇറാൻ തകർത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ ശ്രദ്ധ അല്ലെങ്കിൽ അവരുടെ ആക്രമണം മൊത്തം ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതായത് ഇറാന് ഏത് രൂപത്തിൽ വേണമെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റും. ഹോർമൂസ് അവരുടെ 100% കൺട്രോളിലാണ്. അവരുടെ കൈകളിൽ നിന്നും ഹോർമൂസ് പിടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ 22 രാജ്യങ്ങൾ ചേർന്ന് ഒരു തീരുമാനമെടുത്തെന്ന് പറയുന്നു. പക്ഷേ ആ 22 രാജ്യങ്ങൾക്കും അത് ചെയ്യാനുള്ള ധൈര്യം കാണുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അങ്ങനെ അവർ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കാരണം ഇറാൻ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഇറാൻ യാതൊരു കുലുക്കവുമില്ല. ട്രംപോ ഇസ്രായേലിൽ കൊടുക്കുന്ന ഏത് ഭീഷണിക്കും അവർ വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി കൊണ്ടും തൽക്ഷണം തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. ട്രംപ് പറഞ്ഞു ഞങ്ങൾ ഇറാൻ്റെ ഇലക്ട്രിസിറ്റി പ്ലാന്റുകളെല്ലാം തകർക്കുമെന്ന്. ഇറാൻ പറഞ്ഞത് യുദ്ധത്തിലേറ്റ തോൽവിയുടെ ഭാരം മൂലമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാവുന്നതാണ്. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പൂർണ്ണമായിട്ടും ഗൾഫ് രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ഇരുട്ടിലായി പോകും എന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളും ചിന്തിച്ചു നോക്കണം, ഗൾഫ് രാജ്യങ്ങൾ ഇരുട്ടിലായി കഴിഞ്ഞാൽ അവിടുത്തെ അവസ്ഥ എന്താകും? അപ്പോൾ അത്തരത്തിലുള്ള ആത്മഹത്യാപരമായ എന്തെങ്കിലും തീരുമാനം പരാജയത്തിൽ ഭ്രാന്തെടുത്ത് അമേരിക്കയോ ഇസ്രായേലോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ബദലായിട്ട് തങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഇറാൻ അഡ്വാൻസായിട്ട് പറഞ്ഞിരിക്കെ അത് ഗൗനിക്കാതെ വീണ്ടും ഇതേപോലെ അവർ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന ദുരന്തമെന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിനപ്പുറമായിരിക്കും. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഇലക്ട്രിസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താകുമെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ ഒരിക്കൽ ദുബൈയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം അവിടുത്തെ ഏതോ ഒരു ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന പ്ലാന്റിന് തകരാറുണ്ടായിട്ട് 4 മണിക്കൂർ നേരം ദുബൈയിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. 4 മണിക്കൂർ നേരം. ഈ 4 മണിക്കൂർ കൊണ്ട് അവിടുത്തെ അവസ്ഥ ഞാൻ കണ്ടതാണ്. എല്ലാ കാര്യങ്ങളും നിശ്ചലമായി, സകല കാര്യങ്ങളും. അതുകൊണ്ട് അങ്ങനെയുള്ള പൊട്ടത്തരമൊന്നും ട്രംപ് കാണിക്കില്ല എന്ന് പ്രത്യാശിക്കാം. യുദ്ധം നിർത്തൽ ചെയ്യണമെങ്കിൽ ഇപ്പോൾ അവരുടെ മുമ്പിലുള്ള ഏക വഴി ഇറാൻ്റെ മുമ്പിൽ കീഴടങ്ങുക എന്നത് തന്നെയാണ്. കാരണം ഇറാൻ യുദ്ധം ജയിച്ചു തന്നെ നിൽക്കുകയാണ്. ഇനി ആ ജയം എത്രമാത്രം തിളക്കമുള്ളതാകും എന്നത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതായത് ലോക നമ്പർ 1 സൈനിക ശക്തിയും ലോക നമ്പർ 1 സാമ്പത്തിക ശക്തിയും ഒക്കെ ആയിട്ടുള്ള
എല്ലാം കൊണ്ടും ലോകത്തിലെ നമ്പർ 1 ആയിട്ടുള്ള അമേരിക്കയും മിഡിൽ ഈസ്റ്റിലെ നമ്പർ 1 രാജ്യമായിട്ടുള്ള ഇസ്രായേലും ഒരുമിച്ച് ചേർന്ന് ശ്രമിച്ചിട്ടും കഴിഞ്ഞ 47 കൊല്ലങ്ങളായിട്ട് ഉപരോധം നേരിട്ടുകൊണ്ടിരുന്ന ഒരു രാജ്യത്തെ തോൽപ്പിക്കാൻ പറ്റിയില്ല എന്നത് മാത്രമല്ല, അവരുടെ മുമ്പിൽ തോറ്റ് തുന്നം പാടി നിൽക്കേണ്ട ഒരവസ്ഥയിലെത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇറാനുമായിട്ട് ചർച്ച നടത്തി ഈ യുദ്ധം നിർത്തുന്നതാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഭംഗി. താങ്ക് യു.